നമസ്കാരം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ലക്ഷക്കണക്കിന് ഭാരതീയരെ ഒരുമിപ്പിച്ച ഒരു ഗാനം. അതേ ഗാനം പിന്നീട് രാഷ്ട്രീയ വേദികളിലും കോടതികളിലും ഇന്ത്യൻ പാർലമെന്റിലും വിവാദമാകുന്നു. വന്ദേ മാതരം. ആരാണ് വന്ദേ മാതരത്തെ എതിർത്തത്? എന്തുകൊണ്ടാണ് അതിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടത്? ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും ആദരിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി? സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിച്ചത് രാഷ്ട്രീയമായ അടിമത്തത്തെക്കാൾ ഏറെ ഗുരുതരമായ മാനസിക അടിമത്തമായിരുന്നു. ഭാരതത്തിൽ ഒരു രാഷ്ട്രമെന്ന ബോധം ജനങ്ങളിൽ ശക്തമായി രൂപപ്പെട്ടിരുന്നില്ല. അത്തരമൊരു കാലഘട്ടത്തിലാണ് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാത്തോപാധ്യായ ഒരു ആശയം മുന്നോട്ട് വച്ചത്. ഈ മണ്ണിനെ വെറും ഭൂമിയായി കാണാതെ മാതാവായി കാണുക. ആ ചിന്തയിൽ നിന്നുമാണ് വന്ദേ മാതരം എന്ന ഗാനം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗാനം ഉൾപ്പെടുത്തി. മാതൃഭൂമിയുടെ മോചനത്തിനായി പോരാടുന്ന ദേശസ്നേഹികളുടെ ആത്മാവാണ് വന്ദേ മാതരത്തിന്റെ വരികളിലൂടെ പ്രതിഫലിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ശബ്ദമായി അത് മാറാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. പൊതുയോഗങ്ങളിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും ദേശീയ പ്രസ്ഥാനങ്ങളിലും ഒരേ വികാരമുണർത്തുന്ന മുദ്രാവാക്യമായി വന്ദേ മാതരം ഉയർന്നു. ഭാഷയും ദേശവും മതവും മറികടന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നത്തിനായി ജനങ്ങളെ ഒരുമിപ്പിച്ച ആ ഗാനത്തിന് പിന്നീട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അതുല്യമായ ഒരു സ്ഥാനമാണ് ലഭിച്ചത്. ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ലോർഡ് കർസൺ ബംഗാളിനെ വിഭജിക്കുന്നതായി പ്രഖ്യാപിക്കുന്നത്. ഈ തീരുമാനത്തിനെതിരെ ബംഗാൾ തെരുവിലിറങ്ങി. പ്രതിഷേധ റാലികളിലും പൊതുയോഗങ്ങളിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും ഒരേയൊരു മുദ്രാവാക്യമാണ് മുഴങ്ങിയത്: വന്ദേ മാതരം. അതൊരു ഗാനം മാത്രമായിരുന്നില്ല, സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസമായിരുന്നു. രാജ്യസ്നേഹത്തിന്റെ പ്രതിജ്ഞയായിരുന്നു അത്. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിലും വന്ദേ മാതരം ആലപിക്കപ്പെട്ടു. ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ വേദികളിൽ അത് ഐക്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി മാറി. ഈ ജനപ്രീതിയാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തിയത്. പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വന്ദേ മാതരം ആലപിക്കുന്നതിനും അതിന്റെ മുദ്രാവാക്യം മുഴക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. കാരണം ആ ഗാനം ജനങ്ങളുടെ മനസ്സിൽ അത്രയും ദേശീയ ബോധം ഉണർത്തുന്ന ശക്തിയായി മാറിയിരുന്നു. പിന്നീട് വന്ദേ മാതരം അസ്വീകാര്യമാകുന്ന വേദനാജനകമായ കാഴ്ചയും രാജ്യം കാണുകയുണ്ടായി. 1930കളോടെ ചില മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും മുസ്ലിം സംഘടനകളും ഈ ഗാനത്തിലെ ചില ഭാഗങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. വന്ദേ മാതരത്തിന്റെ വരികളിൽ മാതൃഭൂമിയെ ദുർഗാദേവിയുടെ രൂപത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം വരികൾ ആലപിക്കാൻ തങ്ങൾക്ക് പ്രയാസമാണെന്നുമായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിലെ മറ്റൊരു വിഭാഗം ഈ വാദത്തോട് യോജിച്ചില്ല. അവരുടെ അഭിപ്രായത്തിൽ വന്ദേ മാതരത്തിലെ മാതാവ് എന്നത് ഒരു ദേവതയല്ല, മറിച്ച് സ്വന്തം രാജ്യമായ ഭാരതത്തിന്റെ രൂപകത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ദേശസ്നേഹത്തെയും മാതൃഭൂമിയോടുള്ള ആദരവിനെയും കവിതാത്മകമായി അവതരിപ്പിച്ചതാണ് ഈ ഗാനമെന്നും അവർ വാദിച്ചു. മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ ഇന്ത്യക്കാരെ വിഭജിച്ച് ഭരിക്കുകയെന്ന ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമാണ് ഇതിലൂടെ പ്രയോജനം കണ്ടത്. എന്നാൽ വന്ദേ മാതരത്തിനെതിരായ എല്ലാ എതിർപ്പുകളും ഈ നയത്തിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നുവെന്ന് ചരിത്രം വ്യക്തമായി തെളിയിക്കുന്നില്ല. ചില ചരിത്രകാരന്മാർ ബ്രിട്ടീഷുകാരുടെ വിഭജന രാഷ്ട്രീയം ഇത്തരം ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാക്കാനായി എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ മറ്റു ചിലർ മതപരമായ വിശ്വാസങ്ങളിൽ നിന്നുള്ള ആശങ്കകളാണ് പ്രധാന കാരണമായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി മാറിയ ഒരു ഗാനം അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ മുറുമുറുപ്പിനും വഴിയൊരുക്കുകയാണ്. വന്ദേ മാതരത്തെ സംബന്ധിച്ച വിവാദം ശക്തമായതോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനും ഒരു ചോദ്യത്തെ നേരിടേണ്ടി വന്നു. രാജ്യം ഒന്നിക്കേണ്ട സമയത്ത് ഒരു ഗാനത്തിന്റെ പേരിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമാവുകയാണെങ്കിൽ എന്തു ചെയ്യണം എന്നതായിരുന്നു ആ ചോദ്യം. 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഗൗരവമായ ചർച്ച നടത്തി. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും വിവിധ മതവിഭാഗങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കുന്നതിനുമായി ഒരു സമിതിയെ രൂപീകരിച്ചു. ചർച്ചകൾക്കൊടുവിൽ വന്ദേ മാതരത്തിന്റെ ആദ്യ 2 പദ്യങ്ങൾ മാത്രം പൊതുപരിപാടികളിലും ദേശീയ വേദികളിലും ആലപിച്ചാൽ മതിയെന്ന് ഈ സമിതി തീരുമാനിക്കുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഐക്യം സംരക്ഷിക്കാനും മതപരമായ ആശങ്കകൾ പരിഗണിക്കാനുമുള്ള പ്രായോഗിക സമീപനമായിരുന്നു ഇത് എന്നാണ് ഈ തീരുമാനത്തെ അനുകൂലിച്ചവർ പറയുന്നത്. എന്നാൽ
സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്മാവായ ഒരു ഗാനത്തിൽ ഇത്തരമൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യം തന്നെ ഖേദകരമാണെന്നും രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ പേരിൽ ചരിത്രപരമായ ഒരു സൃഷ്ടിയുടെ സമഗ്രത നഷ്ടപ്പെട്ടുവെന്നും ഈ നടപടിയെ എതിർത്തവർ അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഏത് ഗാനത്തെ തിരഞ്ഞെടുക്കണം എന്ന ചർച്ച വന്നപ്പോൾ 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി സ്വീകരിച്ചു. അതോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേമാതരം വഹിച്ച ചരിത്രപരമായ പങ്ക് അംഗീകരിച്ചുകൊണ്ട് അതിനെ ദേശീയ ഗീതം എന്ന പ്രത്യേക അംഗീകാരവും നൽകി. ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന കടമകൾ പ്രകാരം ഓരോ പൗരനും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. ഇവയെ അപമാനിക്കുന്നത് തടയാൻ പ്രത്യേക നിയമങ്ങളും നിലവിലുണ്ട്. വന്ദേമാതരത്തെയും ദേശീയ ഗാനത്തെയും കുറിച്ചുള്ള ചർച്ചകൾ ചരിത്രത്തിൽ മാത്രമായിരുന്നില്ല അവസാനിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ അത് കോടതികളിലേക്കും എത്തി. 1985 കേരളത്തിൽ നടന്ന ഒരു സംഭവം രാജ്യവ്യാപകമായ നിയമ ചർച്ചയ്ക്ക് വഴിവെച്ചു. യഹോവയുടെ സാക്ഷികൾ എന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ സ്കൂൾ അസംബ്ലിയിൽ ദേശീയ ഗാനം ആലപിക്കാൻ തയ്യാറായില്ല. എന്നാൽ ദേശീയ ഗാനം മുഴങ്ങുമ്പോൾ അവർ എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മതവിശ്വാസത്തിന്റെ പേരിൽ ദേശീയ ഗാനം പാടാൻ കഴിയില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. ഇതേ തുടർന്ന് സ്കൂളിൽ നിന്നും അവരെ പുറത്താക്കി. വിഷയം ഒടുവിൽ സുപ്രീം കോടതിയിലെത്തി. 1986 സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പ്രസ്താവിച്ചു. ദേശീയ ഗാനത്തോട് ബഹുമാനം കാണിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. എന്നാൽ ഒരു വ്യക്തി ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുകയും ദേശീയ ഗാനത്തെ അവഹേളിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം ആ വ്യക്തിയെ നിർബന്ധിച്ച് ദേശീയ ഗാനം പാടിപ്പിക്കാൻ നിയമത്തിന് കഴിയില്ല എന്നാണ് അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വന്ദേമാതരത്തെ കുറിച്ചുള്ള ചരിത്രപരമായ ചർച്ചകൾ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലെത്തുന്നത് 2026 ജൂലൈയിലാണ്. മൺസൂൺ സമ്മേളനത്തിനിടെ കേന്ദ്ര സർക്കാർ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ദേശീയ ഗാനമായ ജനഗണമനയ്ക്കുള്ളതുപോലെയുള്ള നിയമപരമായ സംരക്ഷണം നൽകുക എന്നതായിരുന്നു. നിലവിലുള്ള 1971 നിയമപ്രകാരം ദേശീയ ഗാനത്തെ ആലപിക്കുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ ആലപിക്കുന്ന ചടങ്ങ് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. പുതിയ ഭേദഗതിയിലൂടെ ഇതേ സംരക്ഷണം വന്ദേമാതരത്തിനും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രപരമായ പ്രതീകമാണെന്നും അതിന് ദേശീയ ഗാനത്തിന് തുല്യമായ നിയമപരമായ ബഹുമതി ലഭിക്കേണ്ടതുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ചില പാർട്ടികൾ ദേശീയ ചിഹ്നത്തോടുള്ള ബഹുമാനത്തെ പിന്തുണച്ചെങ്കിലും ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുമെന്ന് ചില കക്ഷികൾ വാദിച്ചു. ഒടുവിൽ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. ഇതോടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനത്തിന് സമാനമായ നിയമപരമായ സംരക്ഷണം നൽകുന്ന ഭേദഗതിക്കാണ് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചത്. ഒരു നൂറ്റാണ്ടിലേറെ മുൻപ് സ്വാതന്ത്ര്യത്തിനായി ജനങ്ങളെ ഒരുമിപ്പിച്ച ഒരു ഗാനം ഇന്ന് ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ ബഹുമാനത്തിന്റെയും അതിരുകൾ ചർച്ച ചെയ്യാൻ നമ്മെ നിർബന്ധിതരാക്കുകയാണ്. ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും ആദരിക്കുന്നത് ഓരോ പൗരന്റെയും കടമയാണ്. എന്നാൽ അത് നിയമം കൊണ്ട് എങ്ങനെ ഉറപ്പാക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകേണ്ടത് ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ്. രാജ്യസ്നേഹവും ചരിത്രവും നിയമവും ജനാധിപത്യ മൂല്യങ്ങളും തമ്മിലുള്ള ഈ സംവാദം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് ഭാരതം ഉറ്റുനോക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.